ട്രേഡേഴ്സ് മാർക്കറ്റിൽ ഞാനൊരു എൻട്രി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇപ്പോൾ ട്രേഡ് എടുത്തേ ഉള്ളൂ. ട്രേഡ് എടുത്തപ്പോൾ അത്യാവശ്യം നമുക്ക് ഫേവറായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. 56,100ൻ്റെ പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്ത്. മാർക്കറ്റ് ഒരു കണ്ടിന്യൂസ്ലി ഒരു ഫോളിംഗ് മാർക്കറ്റാണ്. ഞാൻ രാവിലെ ഒരു മാർക്കറ്റിലൊരു എൻട്രി നോക്കിയിരുന്നു, പക്ഷേ കിട്ടിയില്ല. ഒരുപാട് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു എൻട്രി കിട്ടിയത്. പക്ഷേ വീണ്ടും അതൊരു റിജക്ഷൻ ക്യാൻഡിലായി മാറുന്നുണ്ട്. എനിവേസ് പ്രോപ്പർലി നമ്മളുടെ സെറ്റപ്പ് ഫോം ആയതിനു ശേഷം മാത്രമാണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്ത്. നമ്മളുടെ ട്രേഡിൽ എൻട്രി കിട്ടിയ പോയിൻ്റാണ് ബ്ലൂ ലൈൻ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും കൂടെ ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഒരു 25 പോയിൻറ്റ്സിന് മാത്രമേ നമുക്ക് സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നുള്ളൂ. 25 to 30 വരെ വേണമെങ്കിൽ കൊടുക്കാം. നമുക്കൊരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ പ്രീമിയം വൈസ് ഒരു 50 പോയിൻറ്റ്സ്, നമുക്കൊരു 30 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസും, പ്രീമിയം വൈസാണ് ഞാൻ പറയുന്നത്, ഒരു 30 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസും, ഒരു 50 പോയിൻറ്റ്സ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ വയ്ക്കുന്ന പോലത്തെ ഒരു ടാർഗറ്റ് ഏരിയയും വയ്ക്കാം. ഒരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റുമാണ് വയ്ക്കുന്നത്. ജസ്റ്റ് ഇപ്പോൾ ഒരു റിജക്ഷൻ ക്യാൻഡിലായിട്ട് മാറുന്നുണ്ട്. ഞാൻ ട്രേഡ് എൻഡ് ചെയ്തതിന് ശേഷം ട്രേഡ് എടുക്കാനുള്ള റീസണും ട്രേഡ് എടുക്കാനുള്ള കാരണങ്ങളും കൂടി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അത്യാവശ്യം നമ്മൾ ട്രേഡിൽ എൻട്രി എടുത്തുടനെ തന്നെ അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം കിട്ടുമായിരുന്നു. പക്ഷേ അത് വീണ്ടും ഒരു റിജക്ഷൻ ക്യാൻഡിലായി എഗെയിൻ വീണ്ടും കോസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട് മാർക്കറ്റ്. നമ്മൾ ഒരു പ്രോപ്പർ സെറ്റപ്പിന് മേലാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സിൽ എങ്ങാനും ആവുകയാണ്. പക്ഷേ റിവേഴ്സിൽ ആവുന്ന ചാൻസ് കാണുന്നില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് റിവേഴ്സ് ആവുകയാണെങ്കിൽ നമ്മൾ പ്രോപ്പർലി നമ്മളുടെ ഒരു ട്രേഡിൽ നിന്ന് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ആ സ്റ്റോപ്പ് ലോസിനെ റെസ്പെക്റ്റ് ചെയ്ത് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാനാണ് പ്ലാൻ. ഒരു 90 ക്വാണ്ടിറ്റിയാണ് നമ്മൾ ബൈ ചെയ്തിരിക്കുന്നത്. സെല്ലാണ്. സെൽ സൈഡാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. ഒരു 1700 നല്ലൊരു മൊമെൻറ്റം വരുന്നുണ്ട്. ഒരു 1700 1800 അടുപ്പിച്ച് പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. നമുക്ക് ഇന്നലത്തെ പോലെ നമ്മളുടെ ടാർഗറ്റ് മിസ് ഔട്ട് ആവേണ്ട. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളുടെ ടാർഗറ്റ് 50 പോയിൻറ്റ്സിൻ്റെ നമ്മളുടെ ഒരു ടാർഗറ്റിനെ നമുക്കൊന്ന് പ്ലേസ് ചെയ്തേക്കാം. 1099 നമുക്ക് നമ്മുടെ എൻട്രി കിട്ടിയത്. നമ്മളുടെ ടാർഗറ്റ് വന്ന് 1149. 50 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ 1149 റൈറ്റ്. ടാർഗറ്റ് വയ്ക്കാൻ നോക്കിയപ്പോൾ തന്നെ നോക്കി എത്ര വലിയ റിജക്ഷൻ. ആ ക്യാൻഡിൽ തന്നെ റിജക്ഷൻ. ഞാനോടത്ത് ഈ ഒരു ക്യാൻഡിൽ തന്നെ ടാർഗറ്റ് തരുമായിരിക്കുന്നു. പക്ഷേ അവിടുന്ന് തന്നെ അതൊരു റിജക്ഷൻ ക്യാൻഡിലായിട്ട് മാറുമായിരുന്നു. എനിവേസ് നോക്കാം, ഏതായാലും നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യണമെന്ന് നോക്കാം. വെരി ഗുഡ്. അത് തന്നെ വലിയൊരു റിജക്ഷൻ ക്യാൻഡിലായിട്ട് മാറി. ഇനിയിപ്പോൾ ടാർഗറ്റ് പ്ലേസ് ചെയ്യുന്നതിൽ അർത്ഥമില്ലെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഇവിടെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് പ്ലേസ് ചെയ്യാം. ഇനി അതല്ല കണ്ടിന്യൂസ്ലി ഇനി ഒരു അപ്സൈഡ് മൊമെൻറ്റമാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇന്നൊരു ഫോളിംഗ് മാർക്കറ്റായിരുന്നു. മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം ഞാനും ഒരു സെൽ സൈഡ് തന്നെയാണ് നോക്കിയത്. ഒരു എൻട്രി മിസ് ഔട്ട് ആയതല്ല, ആക്ച്വലി നമ്മളുടെ ഒരു പ്രോപ്പർലി ഒരു സെറ്റപ്പ് ഫോം ആയില്ല, ഒരു റീടെസ്റ്റ് വന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഒരു ട്രേഡിൽ എൻട്രി എടുക്കാൻ. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ മാർക്കറ്റ് നല്ലൊരു ഫോള് കാണിച്ച്. എനിവേസ് ഏതായാലും മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു 2000+ പ്രോഫിറ്റ് കാണിച്ചുകൊണ്ടിരുന്ന മാർക്കറ്റ് ഇപ്പം അവിടെ നിന്ന് റിവേഴ്സലായി നല്ലൊരു 2000 ലോസ് കാണിക്കാൻ തുടങ്ങി. സെയിം ക്യാൻഡിൽ തന്നെ. നമുക്കൊരു കാര്യം ചെയ്യാം ട്രേഡേഴ്സ്, റിസ്ക് എടുക്കണം. നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. 1069 1070 ട്രിഗർ വന്നിട്ട് 1070 നമ്മളുടെ ഒരു സ്റ്റോപ്പ് ലോസ്. നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു അഗെയിൻ ഒരു 1000+ ഒരു ലോസ് കാണിക്കുന്നുണ്ട്. എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ബിഹേവിയർ എന്ന് നോക്കാം. വെരി ക്ലോസ് ടു അവർ സ്റ്റോപ്പ് ലോസ് ആണ്. ഇനിയിപ്പോൾ ഏതായാലും നിങ്ങളുടെ കൂടെ അത്രയും സമയം ഇതിനു വേണ്ടി വീഡിയോ കണ്ടും ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഇതിനെ ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ഇട്ട് കാണിക്കാം. സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ സ്റ്റോപ്പ് ലോസ്, ഇനി അല്ല ടാർഗറ്റ്. ഫാസ്റ്റ് ഫോർവേഡ് ഇടേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. പറഞ്ഞപ്പോഴത്തേക്ക് മാർക്കറ്റ് തിരിച്ച് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏരിയയിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, എനിവേസ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ട്രേഡേഴ്സ്. വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. എഗെയിൻ താഴത്തുനിന്നും ഒരു റിജക്ഷൻ കാണിക്കുന്നുണ്ട്. എനിവേസ് നമ്മളുടെ സ്റ്റോപ്പ് ലോസുമായിട്ട് റെഡിയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു ഗ്രീനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്ക് എഡിറ്റ് ചെയ്ത് നമ്മളുടെ ഒരു ടാർഗറ്റിലേക്ക് പ്ലേസ് ചെയ്യാം. ഇനി അതല്ല ഇവിടുന്ന് കണ്ടിന്യൂസ്ലി മാർക്കറ്റ് നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ്. ഓക്കെ, എഗെയിൻ തൊട്ടടുത്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്ത് എന്ന മാർക്കറ്റ് റിവേഴ്സ് ആവുന്നുണ്ട്. റൈറ്റ്. ഫൈൻ. നിങ്ങളൊന്ന് നോക്കണേ, നമ്മളുടെ സ്റ്റോപ്പ് ലോസിൻ്റെ എത്രയും അടുത്തുനിന്ന് ആ മാർക്കറ്റ് വീണ്ടും റിവേഴ്സ് ആയത്. ജസ്റ്റ് ഒരു ഫ്യൂ പോയിൻറ്റ്സിൻ്റെ അടുത്തു നിന്നാണ് മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ആവുന്നത്.
എനിവേയ്സ് അത് റിജക്ഷൻ ആയിട്ടുണ്ട്. എനിവേയ്സ് ഞാനൊന്ന് വെയിറ്റ് ചെയ്യാൻ ട്രേഡേഴ്സ്, വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാവേ. ട്രേഡേഴ്സ് മാർക്കറ്റിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഒരു 2700 അടുപ്പിച്ച് ലോസ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓർഡർ ബുക്ക് നോക്കി കഴിഞ്ഞാൽ നല്ലൊരു മൊമെൻറ്റം കിട്ടിയതായിരുന്നു. നമ്മളുടെ സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്ത് നിന്നും മാർക്കറ്റ് റിവേഴ്സ് ആയതായിരുന്നു. ഓക്കെ, ട്രേഡ് എടുക്കാൻ റീസൺ കണ്ടിന്യൂസ്ലി മാർക്കറ്റ് ഒരു ഫോളോയിങ് മാർക്കറ്റ് ആയിരുന്നു. തിരിച്ച് മാർക്കറ്റ് ഇവിടെ വന്നു ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു റെഡ് ക്യാൻഡിൽ, ഈ ഗ്രീൻ ക്യാൻഡിലല്ല, ഈ ഹാമറിൻ്റെ തൊട്ടിപ്പുറത്ത് ഈ റെഡ് ക്യാൻഡിലിൻ്റെ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്ത് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആയിരുന്നു. അതിൻ്റെ മേളിൽ തന്നെയാണ് സ്റ്റോപ്പ് ലോസ് വെച്ച് ജസ്റ്റ് നമ്മൾ സാധാ വയ്ക്കുന്ന പോലത്തെ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും ആയിരുന്നു വെച്ചത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മളുടെ എഗനിസ്റ്റായിട്ട് മാർക്കറ്റ് പോവുകയും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ചെയ്ത്. ഇതായിരുന്നു ഇന്നത്തെ ട്രേഡ്. താങ്ക്